ഹായ് എവരി വൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ഒരു വീഡിയോയും ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം തെലുഗു പഠിക്കാൻ കുറേ പേർക്ക് ആഗ്രഹമുണ്ട് എന്നെനിക്ക് കമന്റിലൂടെ മനസ്സിലായതുകൊണ്ടാണ് റെഡി ആയ ഉടനെ, ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല, എന്നാലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഉടനെ തന്നെ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പം പിന്നെ കുറച്ച് പേര് പറഞ്ഞിരുന്നു കന്നഡ വാക്കുകൾ ഈ തെലുഗു വീട്ടിൽ മിക്സ് ചെയ്ത് ആ കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, അപ്പം പരമാവധി ശ്രമിക്കാം. എന്നാലും ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ടെ. ഇപ്പം ഈ ഒരു തിരിച്ചുവരവിൽ 2022 ഫസ്റ്റ് വീഡിയോയിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത കന്നഡ വീഡിയോ ഉണ്ടല്ലോ, അതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ ചെയ്തത്. പേടിക്കണ്ട, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അവിടെ ഞാൻ ചെയ്തത് വർത്തമാനകാലത്തിൽ കർത്താവ് നീ എന്നാണെങ്കിൽ, സബ്ജക്റ്റ് നീനു എന്നാണെങ്കിൽ, സോറി കന്നഡയിലെ നീനു, ഓക്കെ ആണെങ്കിൽ എങ്ങനെ വാക്കുകൾ ഉണ്ടാക്കാമെന്നാണ്. നീ വരും, നീ പോകും, നീ ചെയ്യും, നീ പറയും, നീ കേൾക്കും എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ. എന്തുകൊണ്ടിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ വേറെ വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മലയാളം കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി, ബംഗാളി, അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക ഭാഷകളിലും സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച്, കർത്താവ് മാറുന്നതനുസരിച്ച് ക്രിയയും മാറിക്കൊണ്ടിരിക്കും. മലയാളം അങ്ങനെയല്ല. മലയാളത്തിൽ ഞാൻ വരും, നീ വരും, അവൾ വരും, അവർ വരും, അത് വരും, ഇത് വരും, മഴ വരും, വെയിൽ വരും, ദൈവം വരും, ഓക്കെ, പൂച്ച, പട്ടി, എല്ലാ മൃഗങ്ങളും വരും, എല്ലാത്തിനും വരുമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എങ്ങനെയാണല്ലോ, ലൈക്ക് ഐ വിൽ കം, യു വിൽ കം, ഷീ വിൽ കം, ഇറ്റ് വിൽ കം, ദേ വിൽ കം. പക്ഷേ മറ്റുള്ള ഇന്ത്യൻ ഭാഷകളിൽ അങ്ങനെയല്ല. ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, തെലുങ്കിൽ ഞാൻ വരും എന്ന് പറയാനായിട്ട്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നത് വർത്തമാനകാലമാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട്, വരൂ എന്ന് പറയാനായിട്ട് ര എന്നാണ്. രണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപൂർവ്വകമായിട്ട് പറയുന്നത്. അതിനകത്ത് ബഹുമാനപൂർവ്വകമല്ലാത്ത ആദ്യത്തെ ആ ക്രിയാപദമുണ്ടല്ലോ, ര എന്ന് പറഞ്ഞത്, അതിനോട് ബന്ധപ്പെട്ടാണ് വാക്കുകളുള്ളത്. ഒരു ഉദാഹരണത്തിന് ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് നേനു വസ്തുന്നാനു എന്നാണ്. പക്ഷേ നീ വരും എന്ന് പറയാനായിട്ട് നുവു വസ്തുന്നാനു അല്ല. അപ്പം അതാണ് ഒരു വ്യത്യാസം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നീ എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ, വർത്തമാനകാലത്ത് പറയണമെങ്കിൽ എങ്ങനെ പറയാമെന്നാണ്. ഓക്കെ, അപ്പം ഒന്ന് റീക്യാപ്പ് ചെയ്യാം. കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് നമ്മൾ തെലുങ്കിലെ 60 ക്രിയകൾ, ഈ 60 ക്രിയകളിൽ എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാം ഞാൻ വെച്ചിട്ട് എന്ന് ഞാൻ പറഞ്ഞു തരുന്നു. നേനു വസ്തുണ്ണാനു, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നേനു വെളുത്തുണ്ണാനു, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേനു വെളിപ്പോത്തുനാനു, വീണ്ടും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേനു ചെത്തുനാനു, ചേസ്തുനാനു, അങ്ങനെയൊക്കെയാണല്ലോ. ഒരു മിനിറ്റ്, ഓക്കെ. నేను చేస్తున్నాను, చెప్తున్నాను, అడుగుతున్నాను, వింటున్నాను, చదువుతున్నాను, రాసుకుంటున్నాను, അങ്ങനെയൊക്കെയാണ് ക്രിയകൾ ഉണ്ടാക്കുന്നത്. ഇനി ഇന്ന് നീ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ, നീ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് എങ്ങനെ പറയാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ ക്രിയ വെച്ച് തുടങ്ങാം. ര അല്ലെങ്കിൽ രണ്ടി. പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ക്രിയകളെ പറ്റി പറഞ്ഞു തന്നിരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ബേസ് ഇല്ലാതെ, ക്രിയാപദങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കണ്ടിട്ട് ഒരു നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഓക്കെ, ര രണ്ടി. നീ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് നുവു, ഞാൻ പറഞ്ഞായിരുന്നു നീവു എന്നാണ് കറക്റ്റായ അച്ചടി ഭാഷ. സംസാര ഭാഷയിൽ നുവു എന്നാണ് പറയുന്നത്. നുവു വസ്തുണ്ടാവൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ ഞാൻ എന്ന് പറഞ്ഞ് ആണ് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, എപ്പോഴും നേനു വസ്തുണ്ണാനു എന്ന് പറയേണ്ട ആവശ്യമില്ല. വസ്തുണ്ണ എന്ന് പറഞ്ഞാൽ മതി, ഷോർട്ടായിട്ട്. ന്യൂ എന്ന് പറഞ്ഞ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഷോർട്ടായിട്ട് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ നേനു വസ്തുണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നുവു വസ്തുണ്ണാവൂ എന്ന് പറയുന്ന നേരത്ത് നീ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വസ്തുണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അത് വസ്തുണ്ണാനു എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ്. വസ്തുണ്ണാവു എന്നതിന് അങ്ങനെ ഷോർട്ട് ഫോം ഇല്ല. ഓക്കെ, ഇനി
നീ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് പോ, വെള്ളിപ്പോ, പോ, വെള്ളിപ്പോ, 3 ക്രിയകൾ ഞാൻ പറഞ്ഞു തരുന്നല്ലോ. അപ്പം నువ్వు పోతున్నావు, నువ్వు వెళ్తున్నావు, నువ్వు వెళ్ళిపోతున్నావు. ഇതിനെല്ലാത്തിനും അർത്ഥം ഇത് തന്നെയാണ്, നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ചെയ് എന്ന് വെച്ചാൽ ചെയ്യുക. നീ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు చేస్తున్నావు. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അങ്ങനെ ഇതിന് എക്സ്പ്ലനേഷൻ വേണ്ട ആവശ്യമില്ല. വേഗം നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 30 ക്രിയെങ്കിലും ഞാൻ പറഞ്ഞുതരാമെന്ന്. ഓക്കെ, నువ్వు చెప్పు എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുക. నువ్వు చెప్తున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. నువ్వు అడుగుతున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. నువ్వు വിനു എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, ലിസൺ, ശ്രദ്ധിക്കുക, കേൾക്കുക. నువ్వు వింటున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കേട്ടുകൊണ്ടിരിക്കുകയാണ്. చదువు എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുക. നീ വായിച്ചുകൊണ്ടിരിക്കാൻ പറയാനായിട്ട് నువ్వు చదువుతున్నావు. ഇനി എഴുതുക, രാസ്കോ. ഓക്കെ, నువ్వు രായു, അതാണ് രായു, രാസ്കോ. നീ എഴുതിക്കൊണ്ടിരിക്കാൻ പറയാനായിട്ട് నువ్వు രാസ്కుంటున్నావు. അടുത്തത് നേർച്ചുക്കോ. നേർച്ചുക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക. നീ പഠിച്ചുകൊണ്ടിരിക്കാൻ പറയാനായിട്ട് నువ్వు നേർച്ചുకుంటున్నావు. അടുത്തത് തിനു. ഓക്കെ, నువ్వు తింటున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഭോജനം ചെയ്യുന്ന പറഞ്ഞതിന്റെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് നീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు భోజనం చేస్తున్నావు. പിന്നെ കുടിക്കുക, താഗു, నువ్వు తాగుతున్నావు. ఇవ్వు, തരുക അല്ലെങ്കിൽ കൊടുക്കുക, నువ్వు ఇస్తున్నావు. സഹായം ചെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായിക്കുക. നീ സഹായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు സഹായം చేస్తున్నావు. അപ്പൊ എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണോ എന്ന് പറഞ്ഞ ക്രിയ വരുന്നത് അവിടെയൊക്കെ చేస్తున్నావు എന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ മതി. ഒരു തന്നെ ഭോജനം ചെയ്, സഹായം ചെയ്, പണി ചെയ്, వంట ചെയ് എന്നൊക്കെ പറയുന്നതിന്റെ ഒപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഒരു തന്നെ నువ్వు సహాయం చేస్తున్నావు, నువ్వు పని చేస్తున్నావు, నువ్వు వంట చేస్తున్నావు. ഓക്കെ, അടുത്തത് പ്രാർത്ഥിച്ചു. പണി ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ, నువ్వు పని చేస్తున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു, నువ్వు ప్రార్థిస్తున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നിഞ്ചോ, നീ നിന്നുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు നിഞ്ചുകൊണ്ടുണ്ടാവൂ. ഓക്കെ, പിന്നെ ഇരിക്കുകയാണെന്ന് പറയാനായിട്ട് കുറിച്ചുക്കോ, నువ్వు കുറിച്ചുകൊണ്ടുണ്ടാവൂ. അടുത്തത് തീ മുയ്. തീ എന്ന് പറഞ്ഞാൽ തുറക്കുക, മുയ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക. నువ్వు തീച്ചുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നീ തുറന്നുകൊണ്ടിരിക്കുകയാണ്. నువ్వు മൂച്ചുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നീ അടച്ചുകൊണ്ടിരിക്കുകയാണ്. 20 കഴിഞ്ഞു. ഭയങ്കര ഫാസ്റ്റാണ്. കന്നഡത്തിന് ഫാസ്റ്റ് അല്ലായിരുന്നു, ഭയങ്കര സ്ലോ ആയിരുന്നു. കാവൽ സിനിമ പോലെ. അടുത്തത് മാట్లాടു എന്ന് വെച്ചാൽ സംസാരിക്കുക. നീ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు మాట్లాడుతున్నావు. നീ കുളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు സ്നാനം చేస్తున్నావు. నువ్వు ఆటలాడుతున్నావు എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പടുക്കോ, കിടക്കുക. നീ കിടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు పడుకుంటున్నావు. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. പടുക്കോ, പടുക്കുണ്ടുണ്ടാവു എന്ന് പറഞ്ഞു വരണം. ലൈ, എഴുന്നേൽക്കുക. ഉറക്കത്തിൽ നിന്നോ കിടന്നിട്ട് എഴുന്നേൽക്കുക. അത് അപ്പം നീ എഴുന്നേറ്റുകൊണ്ടിരിക്കുക പറയാനായിട്ട് నువ్వు లేస్తున్నావు. వంట చేయి, പാചകം ചെയ്യുക. నువ్వు వంట చేస్తున్నావు എന്ന് വെച്ചാൽ നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടുക, പരിഗെത്തു. നീ ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు പരിഗెత్తున్నావు. ഓടിപ്പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് నువ్వు പാറിപ്പോతున్నావు. ലാസ്റ്റ് 2 പാടു, ചൂടു. നീ പാടിക്കൊണ്ടിരിക്കാൻ പറയാനായിട്ട് నువ్వు പാടുతున్నావు. അതേ വാക്യഘടനയുള്ള ചൂടു എന്ന് ചൂടുతున్నావు എന്ന് പറയില്ല, చూస్తున్నావు. నువ్వు చూస్తున్నావు എന്ന് വെച്ചാൽ നീ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് എന്ന് പറഞ്ഞാൽ നോക്കുമെന്നാണല്ലോ, അല്ലെങ്കിൽ കാണും. ഓക്കെ, അപ്പം ഇത്രയും പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു എപ്പോഴും నువ్వు എന്ന് പറയേണ്ട ആവശ്യമില്ല. నువ్వు వస్తున్నావు, నువ్వు పోతున్నావు, నువ్వు వెళ్తున్నావు, నువ్వు చూస్తున్నావు, నువ్వు చెప్తున్నావు എന്ന് പറഞ്ഞ ആവശ്യമില്ല. నువ్వు എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. చెప్తున్నావు എന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം చెప్తున్నావు എന്ന് പറയുന്ന നേരത്ത് നമ്മൾ പ്രത്യേകം പ്രത്യേകം നോക്കേണ്ട ആവശ്യമില്ല ആരാണെന്ന്. കാരണം నువ్వు എന്ന് പറഞ്ഞ വാക്യമാണ്, അല്ല ഇത് చెప్తున్నావు എന്നാണെങ്കിൽ അത് నువ్వు ആണ്, നീയാണ്. ഓക്കെ, അതാണ് തെലുഗു ഭാഷയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി പറയാനുള്ള അവസാനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്നഡ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, കന്നഡ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള എല്ലാ ഭാഷയിലും 3 തരത്തിലുള്ള 4 ഞാൻ എളുപ്പത്തിന് വേണ്ടി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി 3 പറയുന്നുള്ളൂ. 3 തരത്തിലുള്ള വാക്യങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ട് പറയുക,
2 നെഗറ്റീവായിട്ട് പറയുക, 3 ചോദ്യമായി ചോദിക്കുക. പോസിറ്റീവ് അല്ലെങ്കിൽ അഫോർമേറ്റീവ്, നെഗറ്റീവ്, ഇന്ററോഗേറ്റീവ് എന്നാണ് അതിന്റെ പ്രോപ്പറായ വാക്കുകൾ. അപ്പം നീ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നീ വന്നുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയുന്നതാണ് നെഗറ്റീവ്. ഓക്കെ. അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നത് പോസിറ്റീവ്, അബദ്ധം പറ്റിയതല്ല എന്ന് പറയുന്നത് നെഗറ്റീവ്. ജഗതി ചേട്ടൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ്. ഓക്കെ. ഇനി ചോദ്യം, നീ വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയാനായിട്ട് അത് ചോദ്യമാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞ വാക്യത്തിൽ നമ്മൾ കുറെ വാക്കുകൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. నేను వస్తున్నాను, నేను పోతున్నాను, నేను వెళ్తున్నాను. അന്നേരം ഞാൻ പോസിറ്റീവ് മാത്രമേ പറഞ്ഞെന്നുള്ളൂ, ചോദ്യം പറഞ്ഞെന്നില്ല. കാരണം എന്താണ്? നമ്മൾ സ്വയം ചോദിക്കാറില്ല, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ ചോദിക്കാറില്ലല്ലോ. ഇനി അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ന്യൂ എന്നത് നാ എന്നാക്കിയാൽ മതി. നേനു വസ്തുനാനു, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നേനു വസ്തുനാന നമ്മൾ ചോദിക്കാറില്ല. കാരണം നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്. ഇനി അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നേനു ചെപ്തുന്നാനു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നേനു ചെപ്തുന്നാന എന്ന് പറഞ്ഞു തരണം. ഓക്കെ. ഇനി ഇവിടെ ഇന്നത്തെ സിറ്റുവേഷൻ, നീ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് നുവു വസ്തുണ്ടാവൂ. ചോദിക്കണമെങ്കിൽ വു എന്നത് വാ എന്നാക്കിയാൽ മതി. നുവു വസ്തുണ്ടാവാ, നീ വന്നുകൊണ്ടിരിക്കുകയാണോ. നുവു വെൽത്തുണ്ടാവൂ, നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. നുവു വെൽത്തുണ്ടാവാ, നീ പോയിക്കൊണ്ടിരിക്കുകയാണോ. നുവു ചെപ്തുണ്ടാവൂ, നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ. നുവു ചെപ്തുണ്ടാവാ, വു എന്നത് വാ എന്നാക്കിയാൽ മതി, ചോദ്യമായി. ബാക്കിയുള്ള 30 നിങ്ങൾ എങ്ങനെ ചെയ്തു നോക്കാവുന്നതാണ്. അത്രയും പറയുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പരമാവധി ഞാൻ കാണുന്നതനുസരിച്ച് ചിലപ്പോഴൊന്നും കമന്റ് എനിക്ക് കിട്ടാറില്ല, ചിലതൊക്കെ സ്പാമായി പോകാറുണ്ട്. ഞാൻ എന്നിട്ട് വേറെ അക്കൗണ്ടിൽ നിന്ന് എടുത്താണ് ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ഞാനത് അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില വാക്കുകളൊക്കെ മ്യൂട്ടാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ കമന്റുകൾ വരുന്നതുകൊണ്ട് ഏറ്റവും മുൻപ് വന്ന കമന്റ് എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. കാണുമ്പോഴൊക്കെ ഫ്രീ ആകുമ്പോഴൊക്കെ ഞാൻ പരമാവധി അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, ചോദ്യമാണെങ്കിൽ, നിങ്ങളുടെ സംശയങ്ങളാണെങ്കിൽ. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റും ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത്രയും പറയുന്നുള്ളൂ. ലവ് യു ഓൾ. ബൈ.